നമസ്കാരം, ഞാൻ ശക്തി. സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച വിഷയം മകരക്കൂറിൽപ്പെട്ട ഉത്രാടം 2, 3, 4 പാദം, തിരുവോണം, അവിട്ടം 1, 2 പാദ നക്ഷത്ര ജാതകരുടെ 2025 മെയ് മാസം ജ്യോതിഷ ഫല സാധ്യതയാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരഭാഷയുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണൊരു മകരക്കൂറുകാരനായിട്ടുള്ള നക്ഷത്ര ജാതൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ, ഏതൊരു മകരക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് 2025 മെയ് മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അതിനെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. 2025 മെയ് മാസത്തിലെ മകരക്കൂറുകാരുടെ ജ്യോതിഷ ഫല സാധ്യത വിലയിരുത്തുന്നത് 2 ഘട്ടമായിട്ട് വേണം എന്നാണ് തോന്നുന്നത്. കാരണം 2025 മെയ് മാസം 14-ാം തീയതി, 17-ാം തീയതി, 18-ാം തീയതിയൊക്കെ പ്രധാനപ്പെട്ട ചില ഗ്രഹങ്ങളുടെ രാശി മാറ്റം സംഭവിക്കുന്നുണ്ട്. ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ ഫലസാധ്യതയും മാറും. അതുകൊണ്ട് തന്നെ നമ്മളിന്നിവിടെ ഈ ഫലം പറയുന്നത് 2025 മെയ് മാസം 1-ാം തീയതി മുതൽ മെയ് മാസം 19-ാം തീയതി വരെയുള്ള ഒരു കാലഘട്ടത്തിലെ അനുഭവഫല സാധ്യതകൾ, അതിനുശേഷം മെയ് മാസം 20-ാം തീയതി മുതൽ മാസാവസാനം വരെയുള്ള കാലഘട്ടത്തിലെ മറ്റൊരു ഫലസാധ്യതകൾ, അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ആദ്യം പറയുന്നത് 2025 മെയ് മാസം 1-ാം തീയതി മുതൽ മെയ് മാസം 19-ാം തീയതി വരെ മകരക്കൂറിൽപ്പെട്ട ഉത്രാടം 2, 3, 4 പാദം, തിരുവോണം, അവിട്ടം 1, 2 പാദ നക്ഷത്ര ജാതകർക്ക് എന്തൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് വരാൻ സാധ്യതയുള്ളതെന്ന് വിലയിരുത്തിയാൽ, 3-ലെ ശനി വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ശനിദോഷങ്ങളെല്ലാം മാറി ശനി അനുകൂല ഭാവത്തിൽ വന്നിരിക്കുന്നു. അഭീഷ്ടസിദ്ധി, വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ നടത്തിപ്പ്, ഭാഗ്യ കടാക്ഷം, ധനപരമായിട്ടുള്ള മുന്നേറ്റം, തൊഴിൽ വിജയം, തൊഴിൽ ലബ്ധി, ആഗ്രഹിക്കുന്ന ദിക്കിലേക്കുള്ള സ്ഥലം മാറ്റം, സ്ഥാനമാറ്റം തുടങ്ങിയിട്ടുള്ള ഗുണഫലങ്ങൾ ഒരു ഭാഗത്തുണ്ടാകും. അതോടൊപ്പം തന്നെ 3-ലെ രാഹുവും കൂടെ ചേരുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ, ഒരിക്കലും നടക്കില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല, അതെനിക്ക് കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്ന് പോലും ധനപരമായിട്ടുള്ള നേട്ടത്തിലേക്ക് കുതിച്ച് പായാൻ പറ്റുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. അതായത് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള കുടിശ്ശികയോ മറ്റ് കേസും വഴക്കുകളിലൂടെ തടഞ്ഞു വയ്ക്കപ്പെട്ട ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനിടയിലുള്ളവർക്ക് അതൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സന്താന ഭാഗ്യമില്ലാതെ അതിന് തുടർ ചികിത്സകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അതിൻ്റെ ഗുണഫലം പ്രകടമാകാനിടയുണ്ട്. മഹാരോഗ ദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ആ രോഗദുരിതങ്ങളിൽ നിന്നുള്ള വിമുക്തി ഈ കാലഘട്ടത്തിൽ കണ്ടു തുടങ്ങും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദ്യാഭ്യാസ വിഷയത്തിൽ വളരെയേറെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ്. ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ട് പോയാൽ വിദ്യാഭ്യാസ വിഷയത്തിൽ വൻ വിജയം ഈ കാലഘട്ടത്തിൽ കരസ്ഥമാകും. ഭൂമി സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. ഭൂമി വാങ്ങിക്കുവാനോ ഗൃഹം വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം പൂർത്തിയാക്കുവാനോ, നിലവിലുള്ള വാഹനം കൊടുത്തിട്ട് പുതിയ വാഹനം വാങ്ങിക്കുവാനോ, അല്ലെങ്കിൽ മുടങ്ങിക്കിടന്നിരുന്ന നേർച്ച വഴിപാടുകളൊക്കെ നടത്തി മാറ്റാനോ, ഇതിനെല്ലാത്തിനും കൂടെ പറ്റുന്ന ഒരു സമയമായിട്ട് തന്നെയാണ് 2025 മെയ് മാസം 1 മുതൽ ഏകദേശം മെയ് മാസം 19-ാം തീയതി വരെയുള്ള കാലഘട്ടത്തെ നമുക്ക് വിലയിരുത്താവുന്നു. കാരണം വളരെയേറെ ഗുണകരമായിട്ടുള്ള ഒരു സമയം എന്ന് തന്നെ പറയാം. എന്നാൽ 2025 മെയ് മാസം 20-ാം തീയതി മുതൽ മാസാവസാനം വരെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഫലങ്ങളിൽ നിന്നും ചെറിയ വ്യത്യാസമുണ്ടാകും. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധനപുഷ്ടി തുടരുകയാണ്. ധനപരമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കപ്പെട്ടുകൊണ്ടും എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിലുമൊക്കെ ധനം സമ്പാദിച്ചുകൊണ്ടും മിച്ചം പഠിച്ചുകൊണ്ടും സ്വത്ത് സമ്പാദനത്തിന് പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടൊക്കെ പോകുവാനുള്ള സാധ്യതകൾ തുടർന്നു പോവുകയാണ്.
ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും കാര്യ വിജയം എന്ന് പറയുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ ഭാഗ്യകടാക്ഷം കൊണ്ടെത്തുന്നു. തൊഴിൽ ഗുണമുണ്ടാകുന്നു. കാർഷിക മേഖലകളിൽ ഗുണം പ്രതീക്ഷിക്കാം. വിശേഷ വസ്ത്ര ആഭരണ ഭോഗ സൗഖ്യമുണ്ടാകും. ഏതെങ്കിലും അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടാനിരിക്കുന്നവരെ സംബന്ധിച്ച് അധികാര പ്രാപ്തി ഉണ്ടാകും. ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടാനും ആഗ്രഹിക്കുന്ന ദിക്കിലേക്ക് സ്ഥലം മാറ്റവും സ്ഥാനമാറ്റവും ഒക്കെ ലഭിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഒപ്പം സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച് സ്വത്ത് വിഷയങ്ങളെ സംബന്ധിച്ച് ശത്രുശല്യം ഉണ്ടാകാനിടയുണ്ട്. സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ മുന്നോക്കത്തിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളിലും പതിവില്ലാത്ത അലച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികളെ സംബന്ധിച്ച് ചില ആശങ്കകൾ വളരെ ലാഭകരമായി വന്നു ഭവിക്കും എന്ന് കരുതുന്ന ചില വിഷയങ്ങളിൽ ചെറിയ ലാഭത്തിൽ ഒതുങ്ങേണ്ടി വരിക, പ്രതീക്ഷിക്കുന്ന ലാഭം കിട്ടാതെ വരുന്ന അവസ്ഥ, ശാരീരികമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ടും സ്വത്ത് സമ്പാദനവുമായിട്ട് ബന്ധപ്പെട്ടോ ഔദ്യോഗികമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ ഒരു തടസ്സം, സൽക്കർമ്മങ്ങൾക്ക് നാശം എന്നിവയും ഉണ്ടാകണ്ടേ. വ്യക്തമായിട്ടുള്ള സുതാര്യമല്ലാതെയുള്ള ഇടപാടുകൾ മുഖേന കുടുംബത്തിൽ കലഹം ഉണ്ടാവരുത്. അത് എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദമാണെങ്കിലും സാമ്പത്തിക ഇടപാടുകളാണെങ്കിലും മറ്റേതൊരു ഇടപാടാണെങ്കിലും അത് കുടുംബപരമായിട്ടുള്ള കലഹത്തിലേക്ക് നയിക്കാതിരിക്കുവാൻ വേണ്ടുന്ന പരിശ്രമം പുലർത്തിക്കൊള്ളണം. വാക്കുകളുടെ ഉപയോഗം വളരെ സൂക്ഷിക്കണം. വികാര വിക്ഷോഭം കൊണ്ട് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയേണ്ടി വന്നാൽ അത് ഭാവിയിൽ നമുക്ക് മറ്റേതെങ്കിലും തരത്തിൽ പ്രതികൂലമായിട്ട് ഭവിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളാവരുത്. മുൻപും പിൻപും നോക്കാതെയുള്ള സംസാരങ്ങളും ഒഴിവാക്കേണ്ടതാണ്. വിദ്യാഭ്യാസ വിഷയത്തിൽ ചെറിയ അലസതയോ തടസ്സമോ ഉണ്ടാകാനിടയുണ്ട്. തസ്കര സ്വഭാവമുള്ളവരുടെ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് കൂടെ നിൽക്കുന്നവരേക്കും നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പറഞ്ഞു പറ്റിക്കുന്ന സാമ്പത്തിക വിഷയത്തിൽ പറഞ്ഞു പറ്റിക്കുന്നവരുണ്ടാകും. നിങ്ങളുടെ കയ്യിലുള്ള സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നവരെയും ഉണ്ടാകും. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും കരുതിയിരിക്കണം. വാഹനയാത്രയിലൊക്കെ സൂക്ഷിക്കണം. ഉയരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ആൾപ്പാർപ്പില്ലാത്ത പ്രദേശങ്ങളിലൂടെ വരുമ്പോൾ അല്ലെങ്കിൽ ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന വഴികളിലൂടെയൊക്കെ വരുമ്പോൾ മറിഞ്ഞു വീഴുന്നത് പോലെയുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ദുഷ്ടജനങ്ങളുമായിട്ടുള്ള സഹവാസം അപഖ്യാതിക്കിടയാക്കും. കലഹ സാധ്യതയും നടീനരമ്പ് അല്ലെങ്കിൽ ചർമ്മ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ സാധ്യതയുണ്ട്. ഇതാണ് നമുക്ക് 2025 മെയ് മാസം 19-ാം തീയതി മുതൽ മെയ് മാസം അവസാനം വരെ പ്രതീക്ഷിക്കാവുന്ന ഫലങ്ങൾ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഫലങ്ങളിൽ നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു മാത്രം. എങ്കിലും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. 3-ൽ ശനീശ്വരൻ നിൽക്കുന്നത് കൊണ്ട് വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എങ്കിലും നേർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന് പറയുന്നത് പോലെ നമ്മുടെ ഭാഗത്ത് നിന്ന് സൂക്ഷിക്കാനുള്ള സൂക്ഷിച്ചുകൊണ്ടും ശ്രദ്ധിച്ചുകൊണ്ടും കരുതലോടും കൂടെ മുന്നോട്ട് പോവുക. അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇടപെടാതിരിക്കുക. മറ്റുള്ളവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും നമ്മൾ ഇടിച്ചുകയർ അഭിപ്രായം പറയുവാനോ ഒരു ദിവസം കൊണ്ട് വളരെ മ്ലേച്ഛ സ്വഭാവമുള്ളവനെ നന്നാക്കി കൊണ്ടുവരാമെന്നുള്ളൊരു വിദ്യാധാരണ വെച്ച് പുലർത്തിക്കൊണ്ട് പോകുവാനോ ഒന്നും പറ്റിയ ഒരു സന്ദർഭവും സാഹചര്യവുമല്ലാതെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ വലിയ കുഴപ്പങ്ങളില്ലാതെ പോകാൻ പറ്റും എന്നാണ് പറയാനുള്ളത്. ദോഷപരിഹാരമായിട്ട് വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഭാഗ്യസൂക്തമന്ത്ര പുഷ്പാഞ്ജലി പോലുള്ള വഴിപാടുകൾ ചെയ്യുക, പ്രഭാതത്തിൽ അരയാലിൻ്റെ 3 തവണ പ്രദക്ഷിണം ചെയ്യുക, ശനിയാഴ്ചയോ ഞായറാഴ്ച ദിവസം സർപ്പക്ഷേത്രത്തിൽ എണ്ണയും തിരയും കൊടുക്കുക, തളിച്ചുകൂട നടത്തുക, ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളിക്ക് കുങ്കുമാർച്ചന, ഗുരുതി പുഷ്പാഞ്ജലി, സുബ്രഹ്മണ്യ സ്വാമിക്ക് നാരങ്ങാമാല സമർപ്പണം തുടങ്ങിയതുപോലുള്ള വഴിപാടുകൾ ചെയ്യുക. പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് മുഖ്യം. പ്രാർത്ഥന ഒരു ദിവസം നമുക്കൊരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞതിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമെങ്കിൽ ഏത് തരത്തിലുള്ള പ്രതിസന്ധികളെയും അതിജീവിക്കാൻ പറ്റും. ആ ഒരു തിരിച്ചറിവ് പുലർത്തിക്കൊണ്ട് നമുക്കെപ്പോഴാണോ സൗകര്യപ്പെടുന്നത്, നമുക്കെപ്പോഴാണോ പറ്റുന്നത്, നമുക്ക് ഏത് സമയത്താണോ അത് ചെയ്യാൻ സാധിക്കുന്നത് ആ സമയം നോക്കി നമ്മൾ പ്രാർത്ഥനയിലേക്ക് നീങ്ങിയാൽ തീർച്ചയായിട്ടും നേട്ടങ്ങളും ഗുണങ്ങളും മേന്മകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളെ അതിജീവിച്ചുകൊണ്ട് വലിയ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ നമ്മളെ പ്രാപ്തമാക്കുകയും ചെയ്യും. അപ്പം ആ തിരിച്ചറിവോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക.
എന്ന് തന്നെയാണ് നമുക്കതിലൂടെ സൂചിപ്പിക്കാനായിട്ട് ഉള്ളത്. നന്ദി, നമസ്കാരം.